മലയാളികളുടെ മനസ്സും സമയവും കീഴടക്കാൻ വന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ. സംഭവം എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല, പക്ഷേ ഒരുപാട് പേർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയവും ആൾക്കാർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഒരു വർഷത്തിന് മുന്നേ iOS പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ ബീറ്റ ആപ്ലിക്കേഷനായിട്ട് നമ്മളുടെ ആൻഡ്രോയിഡിൽ ഈ മാസം കഴിഞ്ഞ ദിവസം മെയ് 21-ാം തീയതിയാണ് വന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇടിച്ച് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറി. എന്താണ് ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ഒരുപാട് പേര്, അതായത് നമ്മളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം ചത്ത് കിടക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് ലോൺലിനെസ് ഫീൽ ചെയ്തിരുന്ന ഈ സമയത്ത് നാട്ടിലുള്ള പലരുമായിട്ട്, പല സ്ഥലങ്ങളിലുള്ള പലരുമായിട്ട്, ഇതുവരെ അറിയാത്തവരുമായിട്ട് സംസാരിക്കാനായിട്ടും ഒക്കെയുള്ള ഒരു വേദി ആണ് ഈ ക്ലബ് ഹൗസ് എന്നുള്ളത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ MLM അല്ലെങ്കിൽ മണി ചെയിൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, അതിൻ്റെ അതേ ഒരു സിസ്റ്റം പോലെയാണ് ഇതിൻ്റെ ഇൻവിറ്റേഷനും ഇതിൻ്റെ ഫോളോയിങ്ങും ഒക്കെ പോകുന്നത്. അതായത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് ഒരാൾ വരികയും അതുപോലെ തന്നെ അദ്ദേഹം അതിനകത്തുള്ള പലരെയും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സെറ്റപ്പ്. ആദ്യം തന്നെ കയറുമ്പം എന്തൊക്കെയൊരു അവിയൽ പോലെ, ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു 3 മണിക്കൂർ മതി. 3 മണിക്കൂർ കൊണ്ട് സംഭവം ഉറപ്പായിട്ട് നിങ്ങളിത് അഡിക്റ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇനിയും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം എന്നുള്ളത് പറയാം. നമ്മളുടെ ഐഡിയോ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യാതെ നമുക്ക് സംസാരിക്കാനായിട്ടോ കാര്യങ്ങൾ പറയാനായിട്ടോ ഷെയർ ചെയ്യാനായിട്ടോ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഓരോരുത്തരും ഒരു റൂമായിട്ട് കയറാനായിട്ട് സാധിക്കും. അതായത് ഒരു റൂമിനകത്ത് വരുന്നവർക്ക് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതിപ്പോൾ ചളിയടിക്കാം, ഇപ്പം പല വിഷയങ്ങൾ പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ കണ്ടൻസ് എടുക്കാം. അങ്ങനെ പല കണ്ടൻസുകൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കണ്ടൻസ് എടുത്ത് ഒരു റൂം പോലെ ക്രിയേറ്റ് ചെയ്ത് പോകാം. നിങ്ങൾ ആദ്യം വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സൈഡിൽ ഒരു സെലിബ്രേഷൻ്റെ ഒരു സിമ്പിൾ കാണും. ആ സെലിബ്രേഷൻ്റെ സിമ്പിൾ ഒരു 7 ദിവസം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഗേജിങ് സമയത്തിനനുസരിച്ച് ഇത് മാറും. ആ സിമ്പിൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ പേജ് പോലെ തന്നെ, ഫേസ്ബുക്കിൽ പ്രൊഫൈലുള്ള ഒരാൾ പേജ് തുടങ്ങുന്നത് പോലെ തന്നെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ക്ലബ്ബും റൂമും തമ്മിൽ ഉള്ള വ്യത്യാസം? റൂം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് പേര് കൂടി, കുറേ ആൾക്കാർ, പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് ആ റൂം അവിടെ വെച്ച് എൻഡായി. എന്നാൽ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡായി കഴിഞ്ഞാലും ആ ക്ലബ്ബിലെ അംഗങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും ആ അംഗങ്ങൾക്ക് വീണ്ടും അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കയറുമ്പോൾ കാണാൻ പറ്റുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പ്രമുഖരുണ്ടല്ലോ, പല പ്രമുഖരും, പല സിനിമ ആർട്ടിസ്റ്റുകൾ, അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പലരുമാണ് ഇതിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉള്ള റൂമുകളിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും, അതുപോലെ തന്നെ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടും പറ്റും. ഒരു RJ ആകാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ പബ്ലിക്കിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു കുറേ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തൂടെ സംസാരിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സംസാരിക്കാനായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളത് എടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാര്യം അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഈ റൂമിൽ കയറിയിരിക്കുമ്പോൾ ഇതിനകത്തൊരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 100 പേരെയും എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയുന്നത് ഇടയ്ക്ക് വെച്ച് തെറ്റിയാലും അത് അവിടെ ഒരു ഒഫീഷ്യൽ ടോക്കായിട്ടല്ല, ഈവൻ ഫോമലായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അതൊരു ഒഫീഷ്യൽ ടോക്കായിട്ട് അവിടെ വരുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ബാരിയർ, അതായത് ഒരു സ്റ്റേജ് ഫിയർ ബാരിയർ, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു ബാരിയർ അവിടെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷന് ഒരു ലാഗ് ഇല്ല. അതായത് ലൈവായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനെ നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് പോലത്തെയൊക്കെ പഠിപ്പിക്കുന്ന, അതായത് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാം വേണമെങ്കിൽ. പക്ഷേങ്കിൽ നിലവിൽ ഇപ്പോൾ കണ്ടുവരുന്നത് മലയാളികളൊക്കെയും ഒരുപാട് തമാശ രൂപേണ സംസാരിക്കാനായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ലോക്ക്ഡൗൺ ആയി എല്ലാവരും ചടഞ്ഞു, എല്ലാവരും ഒരു വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില ഈവൻ ചളിയെന്ന് തന്നെ പറയാം, ചളിയായിരിക്കും ചിലപ്പോൾ ഒരിച്ചിരി സന്തോഷം തരുന്നത്. അങ്ങനെ ഇനിയും കുറേ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. അതായത് പബ്ലിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ റൂമിനെ ഷെയർ ചെയ്യാം, അതല്ല പ്രൈവറ്റായിട്ട് കുറച്ചൊരു 10 പേര് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് കയറി ഒരു 2 മണിക്കൂർ, ഞാൻ ഗ്യാരണ്ടി തരാം, 2 മണിക്കൂർ അതിനകത്തൊന്ന് ഇരുന്ന് പല റൂമുകളിൽ കയറി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ പല റൂമുകളിലെ സംഭാഷണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര തമാശയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയൊരു ക്ലിപ്പുകൾ ഇട്ടേക്കാം.
ഇനിയുമാണ് ഏറ്റവും ആൾക്കാർ കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, അതായത് ഇതിനകത്തൂടെ പണം നേടാം എന്നുള്ള ഒരു കാര്യം കൂടെ വരുന്നു. അതായത് മോണിറ്റൈസേഷൻ ഇനേബിൾ ആകാനായിട്ട് സാധ്യതകൾ ഏറെയാണ്, വരും എന്നുള്ളത് ഉറപ്പുമാണ്. ഇപ്പോൾ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡിലൊക്കെയും ബീറ്റ വേർഷനാണ് റൺ ചെയ്യുന്നത്. ഇതിനൊരു മോണിറ്റൈസേഷൻ കൊണ്ടുവരികയും അതിനകത്തൂടെ, അതായത് ഇതിൽ സ്ട്രീം ചെയ്യുന്നവർ, ഇതിൽ സംസാരിക്കുന്നവർക്ക് ഇതിനകത്തൂടെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യതകളുടെ ഇത് തുറന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ക്ലബ്ബ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, റൂമുകളിൽ കഴിഞ്ഞതിന് ശേഷം ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. ആ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ക്ലബ്ബിനകത്ത് എത്രമാത്രം അംഗങ്ങളുണ്ട് അതിൽ സ്ട്രീം ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും ഒരു രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടാൻ പോകുന്നത്. രണ്ടാമതായിട്ട്, കഴിഞ്ഞ ഒരു വർഷം US-ൽ ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കുറേ പേര് എമൗണ്ട് ഉണ്ടാക്കുകയുണ്ടായി. അവർ ചെയ്തിരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ട്രെയിനിങ് സെഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം, ഒരു കാര്യത്തിന് സംസാരിക്കാനായിട്ട് അതിലേക്ക് ടിക്കറ്റ് വെച്ച് കയറാം. ടിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു എമൗണ്ട് അല്ല. 5 രൂപയോ 3 രൂപയോ 5 രൂപയോ 10 രൂപയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കണക്ക് പ്രകാരം ടിക്കറ്റ് വെച്ച് കയറാം. ആ ടിക്കറ്റ് വെച്ച് കയറുന്ന ആ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിലുമാണ് ക്ലബ് ഹൗസ് വരുന്നത്. പക്ഷെ ഒരു കാര്യം, ഇപ്പം കയറുന്നവന് ലോട്ടറി അടിക്കാം എന്നുള്ളതിനകത്തൊരു ചെറിയ സാധ്യതയല്ല, നല്ല സാധ്യത കിടപ്പുണ്ട്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ കയറാനേ പറയത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഉറപ്പായിട്ടും കുറേ കണ്ടൻറ്റ്സ്, അതായത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, അതായത് യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ സമയങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാ യൂട്യൂബേഴ്സും ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കയറുന്നവരും ഒട്ടും താമസിച്ചിട്ടൊന്നുമില്ല. ഓഡിയൻസ് ആയിട്ടുള്ള പലരും കയറുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റായിട്ട് വരുന്ന ഓഡിയൻസിനും ഇതിനകത്തൊരു ക്രിയേറ്റർ പോലെ ആയി മാറാനായിട്ട് സാധിക്കും എന്നുള്ളത് എടുത്തു പറയുന്നു. ഇനിയും എന്താണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പോയ കോടാലിയെ പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ കാര്യം, നമ്മുടെ സംസാരം വേറെ ഒരു രീതിയിൽ ഒരു വിഷയത്തെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഹെയ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരം വന്നാൽ, ചിലപ്പോൾ എന്നെപ്പോലെയുള്ളവർ, ഇതേപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഈ വീഡിയോ ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും നിയമലംഘനമാണ്. ആ ആപ്ലിക്കേഷനിൽ നിന്നും ബാൻ കിട്ടും എന്ന് അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് മാക്സിമം എഡിറ്റ് ചെയ്ത രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ കെയർ ചെയ്താണ് ഇടുന്നത്. എന്തുകൊണ്ട് ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു സംഭവം മാത്രം കിടപ്പുണ്ട്. അതായത് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ഇത് വേണം, ഒരു വ്യക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറയാമേ. അതായത് ഹെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കോമഡി, അതുപോലെ നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സമയം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് തിന്നും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതായത് അഡിക്റ്റഡ് ആകും എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഇരുന്ന് നോക്കിയാൽ മതി, ഞാൻ പറയാം, നിങ്ങൾ ഉറപ്പായിട്ടും അഡിക്റ്റഡ് ആകും. ഇപ്പോൾ ഈവൻ പലരും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് പോലും ഇന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കാതെ എല്ലാവരും ഇന്ന് നമ്മുടെ ക്ലബ് ഹൗസിലുണ്ട്. അതുകൊണ്ട് സമയവും നഷ്ടപ്പെടും. പക്ഷേ ഇനി ഒറ്റയ്ക്കല്ലെന്നുള്ള ഒരു ചിന്താഗതി പോലെ എല്ലാവർക്കും, ഒരു പുതിയ തലമുറയ്ക്ക് ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന്, ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം നേരെ ക്ലബ് ഹൗസിൽ പാക്കലാം.